ഹലോ, ഇന്നിപ്പോൾ ഇലക്ഷനൊക്കെ ആയിട്ട് എല്ലാവരും വോട്ടൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാനും ചെയ്തു. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഇന്ന് എല്ലാവർക്കും ചായക്ക് ഇന്ന് മസ്ക ബന്നും ഇറാനി ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. ബന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഇവിടുന്ന് നമ്മളെ നാട്ടിൽ കിട്ടിയ ബന്ന് ഇതാണ്. പക്ഷേ ഇതല്ല തോന്നുന്നുണ്ട് ഒറിജിനൽ എടുക്കുക അവർ. പിന്നെ നമ്മളിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ മിൽക്കി മിസ്റ്റിൻ്റെ അൺസാൾട്ടഡ് ബട്ടറും വാങ്ങിക്കൊണ്ടുവന്നു. അതും എടുത്തിട്ട് പിന്നെ അതിൽ നമ്മൾ പിന്നെ ഇത് മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അതും പൊട്ടിച്ചിട്ട് അതും ഒഴിക്കുക. എന്നിട്ട് രണ്ടും കൂടി നല്ലോണം ബീറ്റ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ബന്നിൽ നമ്മൾ നടു കീറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബന്ന്, അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് ഇത് വെച്ചിട്ട് നല്ലോണം ആക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതാവണം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ലേശം കട്ടിയായിരുന്നു ബട്ടർ. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഈ കൺസിസ്റ്റൻസി. പിന്നെ ചായ വെച്ചു, അതിലേക്ക് ഏലക്കായ ഇട്ടു. പിന്നെ ചിലർ ഇത് ഗ്രാമ്പു പട്ട ഒക്കെ ഇടുന്നുണ്ട്. അപ്പം ഇവിടെ അത് മക്കൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ വിചാരിച്ച് ഞാൻ പിന്നെ അത് ഒഴിവാക്കി. പിന്നെ പാല് തിളപ്പിക്കാൻ വെച്ചു, അപ്പുറത്തെ അടുപ്പിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു. അത് ഒഴിച്ചിട്ട് നല്ലോണം കുറുക്കിയെടുത്തു പാല്. അങ്ങനെ പിന്നെ ചായ തിളച്ച് കഴിഞ്ഞപ്പം അത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കൂട്ടി പാല് ചായയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ ചായ റെഡിയാക്കി വെച്ചു. പിന്നെ ബണ്ണ് എടുത്തിട്ട് അതിൽ ഫില്ലായിട്ട് ചെയ്തു. ബട്ടറും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. നല്ല പുറമേക്കൊക്കെ നല്ലതാവണം. അങ്ങനെ ചായയും ചിലരത് പിന്നെ ഇത് വെച്ചിട്ട് ബട്ടർ വെച്ചിട്ട് പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കും. ഞാൻ പിന്നെ അതങ്ങനെ ചെയ്തില്ല. ഇങ്ങനെ ഇനി മക്കൾക്കൊക്കെ കൂടി ബട്ടറിൻ്റെ ആ ഫ്ലേവർ വരുമ്പോൾ എന്താ ഇഷ്ടമാവോ അറിയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കുന്നു. അങ്ങനെ ചായയിലൊക്കെ ടിപ്പ് ചെയ്തിട്ട് ശ്രീലക്ഷ്മി കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇന്ന് ഇതാണ് വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.